പ്രതിരോധം നടത്തി വിജയം കൈവരിക്കുകയും ചെയ്ത കുമാരി അമൃത മോഹനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കളരി, കരാട്ടെ അഭ്യാസമുറകൾ സ്വന്തമാക്കിയ അമൃത കായികപരം കുറഞ്ഞ അബലകളാണ് സ്ത്രീകൾ എന്ന സാമ്പ്രദായിക കാഴ്ചപ്പാടുകളെ തിരുത്താനുള്ള ഒരു പ്രേരക ശക്തിയായി മാറി. അടുത്തതായി 2000-ൽ കുടുംബശ്രീ അംഗമായതിനു ശേഷം പൊതുപ്രവർത്തനത്തിനും സാമൂഹ്യ പ്രവർത്തനത്തിലും സജീവമായ ശ്രീമതി രജനി സ്ത്രീ പ്രതികരണ ശേഷിയുടെ ഉത്തമ മാതൃക തന്നെയാണ്. തൊഴിലുറപ്പ് നൽകിയ കൈക്കരുത്ത് മൺവെട്ടി പിടിക്കുന്നതിന് മാത്രമല്ല, അതിക്രമിക്കുന്നവനെ പ്രതിരോധിക്കുന്നതിനും കൂടിയാണ് എന്ന് ഉറച്ച ബോധ്യത്തോടെ പറയുകയും അതിക്രമിയെ നിയമത്തിനു മുമ്പിൽ എത്തിക്കുകയും ചെയ്ത ശൂരനാട് CDS ചെയർപേഴ്സൺ ശ്രീമതി PK രജനിയെ വനിതാദിന പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സാമൂഹ്യ വിപത്തായ മദ്യം, മയക്കുമരുന്ന് ഉൽപാദനത്തിനും വിപണനത്തിനുമെതിരെ സ്ത്രീ കൂട്ടായ്മ സംഘടിപ്പിച്ച് വിജയം കൈവരിച്ച വ്യക്തിയാണ് ശ്രീമതി സൂസമ്മ ജോൺസൺ. 2000 മുതൽ കുടുംബശ്രീ അംഗവും 2005-2010 കാലഘട്ടത്തിൽ ജനപ്രതിനിധിയുമാണ് ശ്രീമതി സൂസമ്മ ജോൺസൺ. ഇന്ന് കഠിനംകുളം CDS ചെയർപേഴ്സണായ ശ്രീമതി സൂസമ്മ ജോൺസനെ വനിതാദിന പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. 2005-ൽ വിവാഹശേഷം കുടുംബശ്രീ അംഗമാവുകയും സ്വന്തം ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നേരിട്ട തിക്താനുഭവങ്ങളെല്ലാം താണ്ടി സമൂഹത്തിലും വ്യക്തി ജീവിതത്തിലും തന്റേതായ ഇടവും സ്ഥാനവും കണ്ടെത്തിയ എറണാകുളം ജില്ലയിലെ എടവനക്കാട് പഞ്ചായത്ത് CDS ചെയർപേഴ്സണായ ശ്രീമതി സരിതയെ വനിതാദിന പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിലെ പള്ളിച്ചൽ പഞ്ചായത്ത് ഐശ്വര്യ അയൽക്കൂട്ട അംഗമായ ശ്രീമതി ബിന്ദു സാമ്പത്തിക ഭദ്രതയ്ക്ക് ജീവിതത്തിലുള്ള സ്ഥാനം തിരിച്ചറിഞ്ഞപ്പോൾ സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു തൊഴിൽ കണ്ടെത്തുകയും ഇന്ന് പഴയ ജീവിത ചുറ്റുപാടുകൾ മാറി സാമ്പത്തിക സ്വാശ്രയത്വം നേടുകയും ചെയ്തു. 2012-ൽ കോഴിക്കോട് ജില്ലയിൽ നടന്ന ജെൻഡർ ഫെസ്റ്റിൽ മികച്ച സംരംഭകയായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി ബിന്ദുവിനെ വനിതാദിന പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സ്ത്രീകൾ സ്വാശ്രയരാവേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് വളരെ മുമ്പ് തിരിച്ചറിഞ്ഞെങ്കിലും ജീവിത സാഹചര്യങ്ങൾ അതിൽ നിന്നും വിലക്കിയ ശ്രീമതി ജൂബിലി വിനോദ് ഇന്ന് കുടുംബശ്രീ സംവിധാനത്തിലെ അറിയപ്പെടുന്ന ട്രെയിനിംഗ് ഗ്രൂപ്പായ ഗ്ലെന്നിലെ അംഗവും കരവാരം പഞ്ചായത്ത് CDS ചെയർപേഴ്സണും അറിയപ്പെടുന്ന ഒരു കലാകാരിയുമായി മാറിയ ജൂബിലി വിനോദിനെ വനിതാദിന പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.